മലയാളികൾക്ക് പണ്ട് മുതലേ സ്വർണം ഒരു നിക്ഷേപം എന്ന രീതിയിൽ സ്വർണത്തിനോട് വളരെ വലിയ ഇഷ്ടമാണുള്ളത്. ഒരു 10 പൈസ കയ്യിൽ കിട്ടിയ വീട്ടിലെ സ്ത്രീകളാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്ന ആളുകളാണെങ്കിലും എങ്ങനെയെങ്കിലും കുറച്ച് സ്വർണം വാങ്ങി സേവ് ചെയ്യണമെന്നാണ് വിചാരിക്കുക. പക്ഷെ ഇപ്പോൾ ഇങ്ങനെ കുതിച്ചുയർന്ന സ്വർണത്തിന്റെ വില വെച്ചിട്ടാണെങ്കിൽ ഇതിന് സാധിക്കാത്ത ഒരു അവസ്ഥയാണുള്ളത്. എന്നാൽ ഈ കുതിച്ചു ഉയരുന്ന വിലയുടെ സമയത്ത് നമുക്ക് നേട്ടം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് പറഞ്ഞു വരുന്നത്. സ്വർണ്ണ ETF അതേപോലെ തന്നെ സ്വർണ്ണ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതോടെയാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ലാഭവും നേട്ടവും ഒക്കെ ഉണ്ടാക്കാൻ സാധിക്കാൻ പോകുന്നത്. ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡിംഗ് ഫണ്ടിൽ, അതായത് ഈ ETF-ല് സ്വർണത്തെ ഒരു വലിയ നിക്ഷേപമായിട്ട്, അടിസ്ഥാന നിക്ഷേപമായിട്ടാണ് കണക്കാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന ആസ്തി എന്ന് പറയുന്നതും സ്വർണം തന്നെയാണ്. ഓഹരിയിൽ ചെയ്യുന്നത് പോലെ ഇവിടെ നമുക്ക് ലാഭവും നേട്ടവും ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ഒക്കെ നമുക്ക് ഇതുപോലെ സ്വർണ്ണ വ്യാപാരം നടത്താനായിട്ട് സാധിക്കും. അതായത് ഡിമാറ്റ് അക്കൗണ്ടിലൂടെ നമുക്ക് ഇങ്ങനെ സ്വർണം വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുമെന്ന് സാരം. ഓഹരി വിപണികളിൽ നിക്ഷേപിക്കുന്നത് ഇഷ്ടമല്ലാത്ത ആളുകൾ ഉണ്ടായിരിക്കും. ഇവർക്കും ഈ ETF-കളിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ലാഭം ഉണ്ടാക്കാൻ പറ്റുമെന്നതാണ് ഇതിന്റെ ഒരു വലിയൊരു കാര്യം. സ്വർണ്ണവില കുറയുമ്പോൾ വാങ്ങുക, സ്വർണ്ണവില കൂടുമ്പോൾ വിൽക്കുക എന്ന സിമ്പിൾ കാര്യം ഇവിടെ അപ്ലൈ ചെയ്താൽ മതി. ഈ സ്വർണത്തിന് ETF-ൽ ഒന്നിന് 6 രൂപയൊക്കെയാണ് വരുന്നത്. അപ്പൊ നിങ്ങളൊരു 10,000 യൂണിറ്റ് വാങ്ങുകയാണെങ്കിൽ സ്വർണത്തിന് ഒരു 7 രൂപയൊക്കെ ഇതിനകത്ത് ആകുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ ഇരട്ടി ലാഭമാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഈ പറയുന്ന സ്ഥാപനങ്ങളൊക്കെയാണ് ETF-ലൂടെ ഗോൾഡ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിലൊന്നെന്ന് പറഞ്ഞിട്ടുള്ളത് ആക്സിസ് ഗോൾഡ്, ബിർള സൺ ലൈഫ് ഗോൾഡ്, ഗോൾഡ് ബീസ്, HDFC ഗോൾഡ് ETF, ICICI ബാങ്ക് ഗോൾഡ്, RDBI ഗോൾഡ്, കൊഡാക് ഗോൾഡ് ETF, ക്വാണ്ടം ഗോൾഡ്, റിൽ ഗോൾഡ്, റിലിഗ്രേസ് ഗോൾഡ്, SBI ഗോൾഡ് ETF, UTI ഗോൾഡ് ETF, മോട്ടിലാൽ ഒസ്വാൽ മോസ്റ്റ് ഷെയർ ഗോൾഡ് ETF, കാനറ റോബിക്കോ മ്യൂച്വൽ ഫണ്ട് ഗോൾഡ് ETF. ഇതൊക്കെയാണ് ഷെയർ മാർക്കറ്റിലൂടെ ഗോൾഡ് ആയിട്ട് വാങ്ങാൻ സാധിക്കുന്ന സ്ഥാപനങ്ങൾ. ഇതിന്റെ കൂടെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സ്വർണത്തിന്റെ വിലയുടെ കാര്യത്തിൽ ഇനിയും വലിയൊരു ഒഴുക്ക് ഉണ്ടാകും എന്നാണ് വലിയ വിദഗ്ധരായിട്ടുള്ള ആളുകളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്വതന്ത്രരായിട്ടുള്ള വ്യക്തികളും RBIയുടെ ബാങ്ക്, അതായത് നമ്മുടെ കേന്ദ്ര ബാങ്ക് ആയിട്ടുള്ള RBI അടക്കമുള്ളവര് സ്വർണം ഇങ്ങനെ നിക്ഷേപമായിട്ട് വാങ്ങി കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയാണ്. ആഗോളതലത്തിലെ അനിശ്ചിതത്വവും പണപ്പെരുപ്പവും ഒക്കെ ഇതിന്റെ ഒരു കാരണമായിട്ട് തന്നെയാണ് വരുന്നത്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഓരോ വർഷം ഏകദേശം 58% ഗോൾഡിന്റെ ഒരു ഡിമാൻഡ് വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നിക്ഷേപം എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു ഉപഭോഗ വസ്തു എന്ന നിലയിലും ഈ ഗോൾഡിന്റെ ഒരു വിലയൊന്നും അങ്ങനെ ഇടിഞ്ഞു പോകാൻ പോകുന്നില്ല. മറിച്ച് എന്തെങ്കിലും സാമ്പത്തിക അനിശ്ചിതത്വം ഉണ്ടാവുകയാണെങ്കിൽ ഈ ഗോൾഡ് വെച്ച് നമുക്ക് കര കയറാനും സാധിക്കും. അപ്പോ ഈ നമ്മുടെ ഭൂമിയിൽ ആകെയുള്ളത് കുറച്ച് ഗോൾഡ് ആണല്ലോ, അത് മുഴുവൻ ഇപ്പൊ ഏകദേശം വാരിക്കോരി എടുത്തിട്ടുള്ളത് കൊണ്ടും പുതിയതായിട്ട് ഗോൾഡിന്റെ ഉൽപാദനം ഒന്ന് മന്ദഗതിയിലായി ഇരിക്കുന്നത് കൊണ്ടും ഒക്കെ ഈ ഗോൾഡിന്റെ വില കൂടാനുള്ള ചാൻസ് കൂടുതലാണ്. അതേപോലെ തന്നെ യുദ്ധം വരുന്നതും പണപ്പെരുപ്പം ഉണ്ടാകുന്നതും കൂടെ ഈ പലിശ നിരക്കുകൾ ചില ബാങ്കുകൾ കുറയ്ക്കുന്നതും എല്ലാം സ്വർണത്തിന്റെ വില കൂടുന്നതിന്റെ കാരണമാണ്. അപ്പോൾ ഇനി വരുന്ന കാലത്തിൽ സ്വർണത്തിൽ കൊടുക്കുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റും നഷ്ടത്തിലേക്ക് പോകില്ല എന്നാണ് സാരം.